ഗണേശന് കൊടുക്കുന്നില്ലേ ബ്രോ? ഗണേശന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇന്ന് എൻ്റെ വക നമ്മുടെ രാഹുലിന് വേണ്ടി ഗണേശന് ഒരു നല്ലൊരു ദം ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണിയാണോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഒരു ബിരിയാണി ഞാനിപ്പോൾ ഗണേശന് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്നെ ഇഷ്ടപ്പെടുന്ന രാഹുൽ മാങ്കൂടത്തിലിനെ ഇഷ്ടപ്പെടുന്നവർ, രാഹുലിൻ്റെ പേരെടുത്ത് പറയാൻ കാരണം രാഹുലിനെ കളിയാക്കിയ ഒരു മനുഷ്യനാണ് ഗണേശൻ. അപ്പോൾ ഗണേശന് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. കാരണം ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. ഓക്കെ, ആദ്യം അതായത് ഗണേശന് കൊടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നടുക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ വന്നിട്ടുണ്ട്. ഗണേശന്റെ അയൽവാസികൾ ഗണേശൻ എങ്ങനെയെന്ന് പറയുന്നുണ്ട്. അയൽവാസികളായ സ്ത്രീകളാണ് ഗണേശനെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം ഒരു പെൺകുട്ടി, ചുണക്കുട്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഗണേശന്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കുന്നൊക്കെയാണ് ഗണേശന്റെ അനുയായികൾ പറയുന്നത്. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത് അതും ഞാൻ വെച്ചു തരാം. പിന്നീട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികാരം വീട്ടുകയാണ് ഗണേശനോട്. രാഹുൽ നല്ല മറുപടി ഗണേശന് കൊടുക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനുശേഷം വക്കീല്, നിയമം പഠിച്ച വക്കീല് ഗണേശന് നല്ലോണം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഗണേശന് ബിരിയാണിയോട് ബിരിയാണിയാണ്. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് തരാം. ആദ്യം ഗണേശന് 2 കൊടുക്കാം. എടാ ഗണേശ നാണുണ്ടോടാ ഗണേശ? എടാ പൊന്നുമോനെ ഗണേശ, രാഹുലിനെതിരെ കള്ളക്കേസ് വന്നപ്പോൾ നീ എന്താണ് ഗണേശ പറഞ്ഞത്? നീ എന്താണടാ ഗണേശ പറഞ്ഞത്? അതായത് ഗണേശൻ പറയുകയാണ് പീഡന വീരൻ രാഹുല്. എന്തൊക്കെ ഭാഷണമായിരുന്നു ഗണേശ. നാണവും മാനവും ഇത്തിരി ഉളുപ്പുമുണ്ടോ ഗണേശ നിനക്ക്? അതായത് ഗണേശൻ സ്വന്തം ഭാര്യയോട് എല്ലാ ദിവസവും പറയുകയാണ് നീ പുറത്തേക്ക് പോ. അതായത് എന്തെങ്കിലും കാരണം ഗണേശന് വെറുതെ ഭാര്യയോട് പറയുകയാണ് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നീ ഡ്രസ്സ് എടുത്തു വാ, കുഴപ്പമില്ല, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും വേണമെങ്കിൽ ബീച്ചിലേക്ക് പോയിട്ട് വാ, നീ കുറെ കഷ്ടപ്പെടുന്നതല്ലേ, ഒന്ന് ബീച്ചിലേക്ക് പോയിട്ട് വന്ന്. എന്തിന് ബീച്ചിലേക്ക് അയക്കുന്നു? ഇവന് മറ്റേ വേറെ പെൺകുട്ടികളെ വീടിനുള്ളിൽ കയറ്റിയിട്ട് ഇവന്റെ മറ്റേ പണി നടത്താൻ വേണ്ടി. നാണമുണ്ടോ ഗണേശ? ഈ വയസ്സാം കാലത്ത് ചാവുന്ന വയസ്സായില്ലേ നിനക്ക്? കാമം പോയിട്ടില്ലട ഗണേശ. നാണവും മാനവും ഇല്ലാത്ത, ഉളുപ്പുമില്ലാത്ത സ്വന്തം ഭാര്യയെ ചതിക്കുന്ന ഗണേശൻ. അപ്പോൾ ഈ ഗണേശൻ അതിനുള്ള ഉത്തരം പറഞ്ഞത് എന്താണ്? ഗണേശൻ പറയുകയാണ് അത് ഞാൻ പ്രണയിച്ചതാണ്. എടാ നാണയില്ലാത്തവനെ, നീ കോളേജിലാണോ പഠിക്കുന്നത് പ്രണയത്തിന്? നിന്റെ ഭാര്യയാണോടാ ഗണേശ പറഞ്ഞത്? എടാ ഗണേശ, പൊന്നുമോനെ ഗണേശ, നിന്റെ ഭാര്യയാണ് പറഞ്ഞത് നിന്നെ വേണ്ടാത്ത രീതിയിൽ കണ്ടു എന്ന്. ചാവാനില്ലടാ നിനക്ക്? ചാവുന്ന വയസ്സായില്ലടാ നിനക്ക്? ഇപ്പോൾ നിന്റെ കാമം തീർന്നില്ലടാ ഗണേശ? നാണമുണ്ടടാ ഗണേശ നിനക്ക്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രാഹുൽ മാങ്കൂടത്തിൽ ഗണേശന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടുകൊണ്ട് നമ്മുടെ ഗണേശന് കൊടുക്കാം. ഓക്കെ, ശ്രീ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മറ്റാരെയും പോലെയല്ല. സാധാരണ ഒരാളെ 3 പേരടിക്കുക, ആ 3 പേരടിച്ചതിന്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. എടാ ഗണേശ നാണയില്ലാത്തവനെ, നീ രാഹുലിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞുടാ? അതായത് രാഹുലിനെ കുറിച്ച് ഇവൻ എന്തൊക്കെയാണ് ഈ വൃത്തികെട്ട തെമ്മാടി പറഞ്ഞത്? ഓക്കെ, തെമ്മാടിക്ക് നമ്മുടെ രാഹുൽ നല്ലോണം കൊടുക്കുന്നുണ്ട്. ഒന്നൊന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ അല്ലേ? സാധാരണ 3 അടി ഉണ്ടാകാറുണ്ട്. ഇത് ഒറ്റ അടിക്ക് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ്. ആ അടിയുടെ പാടിന് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അല്ല രാഹുലെ, രാഹുലിന്റെ അമ്മയുടെ കൂലിയാണ് രാഹുലെ. അതായത് നിന്റെ അമ്മ കരഞ്ഞുകൊണ്ട് നീ ജയിലിലായ സമയത്ത് നിന്നെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ രാഹുലെ നിന്റെ അമ്മ കരഞ്ഞിനു. അതാണ് ഈ ഗണേശന്. അപ്പോൾ ഈ വൃത്തികെട്ട ഗണേശനൊരു പ്രസംഗിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പീഡന വീരൻ എന്ന് പറഞ്ഞിട്ട് ഈ വൃത്തികെട്ട തെമ്മാടി, പെൺപിടിയനായ തെമ്മാടി പ്രസംഗിക്കുകയാണ്. ആ തെമ്മാടിക്ക് ദൈവമാണ് കൊടുത്തത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താൽപര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൌസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയ, നിങ്ങളൊന്ന് വിളിക്കാം, മുഖ്യമന്ത്രിയല്ലേ? പിണറായി വിജയ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെണ്ണ് പോലും അതായത് മുമ്പിൽ വന്നിട്ടില്ല. ഏതോ ഒരു കള്ളക്കേസ്, ഏതോ ഒരു കള്ളപ്പരാതി, ഏതോ ഒരു കള്ള ഇമെയിലിൽ
ഒരു പരാതി വന്നപ്പോൾ പിണറായി വിജയ നീയൊക്കെ അറസ്റ്റ് ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയ നീയൊക്കെ ഗണേഷ് കുമാറിന്റെ ഭാര്യ പച്ചക്ക് വന്ന് പറയുമ്പോൾ നീയൊക്കെ എന്തുകൊണ്ടാണ് പിണറായി വിജയ ഇതിന് നടപടിയെടുക്കാത്തത്? പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, എന്തുകൊണ്ടാണ്, അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് പിണറായി വിജയ നിങ്ങൾ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ എടുക്കുന്നില്ല? നിങ്ങൾക്കറിയില്ലേ എന്തുകൊണ്ട് ഗണേഷ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? ഗണേഷ് കുമാറിന്റെ ഭാര്യ ഒരു അതിജീവിതയല്ലേ പിണറായി വിജയ? എന്തുകൊണ്ടാണ് നിങ്ങൾ പിണറായി വിജയ ഗണേഷ് കുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പിണറായി വിജയൻ ഇതിനുള്ള ഉത്തരം തരണം. ഓക്കെ ഗണേശന്റെ വീടിന് നേരെ കല്ലെറിയുന്ന ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ മാർച്ച് നടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡ് മറികടക്കാനടക്കം പ്രവർത്തകർ തയ്യാറെടുക്കുന്നുണ്ട്. മാപ്പ് പറഞ്ഞ് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. കണ്ടോ പിണറായി വിജയ, എന്താണല്ലേ പീഡന വീരൻ, അങ്ങനെ പറയാം. ഞാനൊരു കാര്യം പറയുകയാണ്, ഗണേശനെ അറസ്റ്റ് ചെയ്തിട്ട് നല്ലോണം കൊടുത്തിട്ട് അവനോട് തത്ത പറയുന്ന പോലെ പറയിപ്പിക്കണം. എത്ര പെൺകുട്ടികളുടെ ജീവിതം ആ പരനാറ് ഇല്ലാതാക്കി നമുക്കറിയണം. ഓക്കെ ഒരു വക്കീല് ഗണേശനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. മന്ത്രിയുടെ പത്നി വിതുമ്പി വട്ടുള്ളവരാണ് 112 വിളിക്കുന്നത്. എനിക്ക് വിഷമായി. 90s കിഡ്സിന്റെ ഓർമ്മകളിൽ ഒരിക്കലും മറക്കാതെ മായാതെ നിൽക്കുന്ന ഒരു നമ്പറാണ് 143. ബാലമണി 143 കാറിന്റെ നമ്പർ. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറാണ് 112. ആ ട്രെൻഡാവാൻ കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ മറ്റൊരു സ്ത്രീയുമായി 143 നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി അവിടേക്ക് കയറി വരികയും ഈ 143 ഒക്കെ വീഡിയോയിലും ഫോട്ടോയായിട്ടൊക്കെ പകർത്തുകയും ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ 112 എന്ന് പറയുന്ന ഒരു എമർജൻസി നമ്പറിലോട്ട് വിളിച്ചു. ആക്ച്വലി എന്താണ് ഈ 112? നമസ്കാരം, പോലീസ് എമർജൻസി കൺട്രോൾ റൂം. നമസ്കാരം. അടിയന്തര ഘട്ടങ്ങളിൽ കേരള സംസ്ഥാനത്ത് ഒരു വ്യക്തിക്ക് പോലീസ് സഹായം ആവശ്യമാണെങ്കിൽ വിളിക്കേണ്ട നമ്പറാണ് 112. നമസ്കാരം, ഇത് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ്. ഒരു പരാതി കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? അവിടെ പോലീസ് എത്തിയായിരുന്നോ? നമ്മൾ 112 ഡയൽ ചെയ്താൽ ഇത് ആദ്യം എത്തുന്നത് സംസ്ഥാന പോലീസ് ആസ്ഥാനത്താണ്. ഈ നമ്പറിൽ നിന്ന് ഒരു വിളി വന്നാൽ ഉടൻ തന്നെ ഈ വിളിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അവർക്ക് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അഥവാ ലൊക്കേഷൻ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അടിസ്ഥാന വിവരങ്ങൾ ചോദിച്ചറിയുകയും അത് ഏത് ജില്ലയിലാണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് വാഹനത്തിലോട്ടോ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും അങ്ങനെ എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ സഹായം ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോലീസിൻ്റെ വാഹനം എത്തുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഏകദേശം 60ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരേ സമയം ഒരേ മനസ്സോടെ എത്രയും പെട്ടെന്ന് പോലീസ് സഹായം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. അത്രയും പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞത്. എന്തായിരുന്നാലും ഇത് കേട്ട് മന്ത്രിയുടെ പത്നി വിതുമ്പി വട്ടുള്ളവരാണ് 112 വിളിക്കുന്നത്. എനിക്ക് വിഷമായി. കേരളത്തിൽ വട്ടുള്ളവരാണോ ആ നമ്പറിലേക്ക് വിളിക്കുന്നത്? അതും കൂടെ കേട്ടതോടെയാണ് അവർക്ക് ഹാലിളവി പത്രക്കാരോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. ഇനി മന്ത്രി പത്നിയായിരുന്നാലും ഏത് പത്നിയായിരുന്നാലും കള്ളവെടി വെച്ചുകൊണ്ട് വരുന്നത് കണ്ടുകൊണ്ട് ഈ നമ്പറിലൊന്നും കയറി വിളിച്ചേക്കരുത്. അത്തരത്തിലുള്ള വെടിവെപ്പുകൾക്കെല്ലാം പോലീസിന് ഡയറക്റ്റ് കേസെടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായമായി സെക്ഷൻ 84 BNS പ്രകാരം ഫയൽ ചെയ്യാം. എന്തിന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്? മനുഷ്യനെ പ്രണയിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? പക്ഷേ ഭാര്യയും ഭർത്താവും കയറി വരുന്ന സമയങ്ങളിൽ കയറി പ്രണയിക്കരുത്. എടാ ഗണേശ, നാണവും മാനവും ഉണ്ടോടാ ഗണേശ നിനക്ക്? അതായത് മന്ത്രിയാണ് അത്ര മന്ത്രി. CPM കാരോട് ഒരു കാര്യം പറയുകയാണ്, പൊന്നാര CPM കാരാ, നിങ്ങൾക്ക് VS അച്യുതാനന്ദൻ നയിച്ചൊരു SFI ഒരു CPM ഉണ്ട്. അതിന് നിങ്ങളുടെ പിണറായി വിജയൻ, അവനെ ഞാൻ പിണറായി എന്ന് വിളിക്കും, ഒന്നെങ്കിൽ പിണറായി വിജയൻ ഇവന്റെ മന്ത്രിസ്ഥാനം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നിങ്ങൾ ചങ്കൂറ്റത്തോടെ ആ ഒരു നടപടി എടുക്കുന്നില്ല? പിണറായി വിജയൻ ഇതിനുള്ള ഉത്തരം തരണമെന്ന് പിണറായി വിജയനോട് ഞാൻ പറയുകയാണ്. ഓക്കെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. KB ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം.
അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങളുണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. അതെല്ലാം പോകട്ടെ, അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ശ്രീ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രണയത്തൊക്കെ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നുമല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. എടാ ഗണേശ, ഇതിനും നല്ല ചാവുന്നതാണ് ഗണേശ. അത് നിരവധി സ്ത്രീകളെ ഞാനൊരു കാര്യം ഇവൻ അടിച്ചിട്ട് നാട്ടുകാർ കല്ലെറിഞ്ഞ്, അത് വേറെ സംഗതിയാണ്. നാട്ടുകാരോട് പറയുകയാണ് ഇവൻ മന്ത്രിയെന്ന് നിങ്ങൾ നോക്കാൻ പാടില്ല. ഇവനെ കെട്ടിയിട്ട് തല്ലിയിട്ട് തത്ത പറയുന്നത് പോലെ ഇവനെ പറയിപ്പിക്കണം. ഇവൻ എത്ര സ്ത്രീകളുടെ ജീവിതം ഇല്ലാതാക്കിയെന്ന് ഇവനെ തല്ലിയിട്ട് നിങ്ങൾ പറയിപ്പിക്കണമെന്ന് പറയുകയാണ്. ഓക്കെ ബാക്കിയും കൂടി ഒരു യുവതിയും കൂടി ഇവനെ നല്ലോണം കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. മന്ത്രി ഗണേഷ് കുമാറിന്റെ അവിഹിതം ഭാര്യ പുറത്തുവിട്ടപ്പോഴത്തേക്ക് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടോ? ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ജനങ്ങൾക്ക് എന്ത് നല്ല കാര്യം ചെയ്തു, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു നാടിന് വേണ്ടി ചെയ്തത്, അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെച്ച ഒരു നേതാവ്, അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു കയറണ്ട. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതൊന്നും ചോദിക്കാൻ ആർക്കും അർഹതയില്ല, ആർക്കും അവകാശമില്ല എന്നൊക്കെ അങ്ങോട്ട് വെച്ച് കീച്ചുന്നുണ്ട് നമ്മുടെ ഗണേഷ് കുമാർ. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ച് നാൾ മുന്നേ ഒരു പ്രസംഗത്തിൽ അങ്ങ് പറയുന്നുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചോദിച്ചപ്പോൾ ഈ വക നാണം കെട്ട കാര്യങ്ങളൊന്നും ചോദിക്കരുത്. പെണ്ണ് വിഷയമൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിലായിരുന്നു അങ്ങയുടെ ആ ഒരു തള്ളൊക്കെ. അത് മാത്രമല്ല, അങ്ങ് ഒരു കാര്യം കൂടെ പറഞ്ഞു, കുറച്ചെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്ക് എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് നാടകീയമായ കാര്യങ്ങളാണ്, കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ല വേണ്ടത്, MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മന്ത്രി, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വകാര്യതയിലേക്ക് അങ്ങ് എന്തിനാണ് കടന്നു കയറിയത്? ഇപ്പൊ അങ്ങയുടെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് സ്വകാര്യ ജീവിതത്തിലെ കാര്യം ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ട. എൻ്റെ ഭരണം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ പ്രവർത്തനം, എൻ്റെ പൊതുപ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ നാടിന് വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ വരണ്ട എന്നൊക്കെ പറയാൻ, അതല്ല, ഇതൊരു നാണംകെട്ട കാര്യമല്ല. നമ്മുടെ മന്ത്രി ചെയ്തപ്പോൾ ഇത് നാണം കെട്ട കാര്യമേ അല്ല, നല്ല അഭിമാനവും നല്ല അന്തസ്സുമുള്ള കാര്യമാണ്. പക്ഷെ അതവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു വിഷയം വന്നപ്പോൾ മാത്രം അത് നാണം കെട്ട കാര്യമായിപ്പോയി. പിന്നെ ഒന്നും കൂടി പറഞ്ഞു, ഇലക്ഷനൊക്കെ അല്ലേ, ഇലക്ഷനൊക്കെ ആകുമ്പോഴത്തേക്ക് തകർക്കാൻ വേണ്ടി പണം മുടക്കി ആൾക്കാർ ചെയ്യും. ഗണേഷ് കുമാർ രാജിവെക്കണം, ആവശ്യം അതേ ഉള്ളൂ. നിരന്തര പീഡനവീരനായ ഗണേഷ് കുമാർ രാജിവെച്ച് പുറത്തു വേണം. അഭിമാനമുണ്ടെങ്കിൽ മന്ത്രിസഭ അംഗമായിട്ട് മന്ത്രിയായിട്ട് പ്രവർത്തിക്കരുത്. നാണം കെട്ട ഗണേഷ് കുമാർ രാജിവെച്ച് അന്തസ്സുണ്ടെങ്കിൽ പുറത്തു പോകണമെന്നാണ് മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം. യാമിനി വന്നു കരഞ്ഞപ്പോൾ ഗണേശൻ രാജിവെച്ച് പുറത്തു പോകണം. ഉമ്മൻചാണ്ടി കാട്ടിയ നീതി രാജിവെക്കുന്നത് വരെ ഞങ്ങൾ തുടരും. രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അയാള് എത്രയും പെട്ടെന്ന് കേരള മന്ത്രിസഭയിൽ രാജിവെച്ച് പുറത്തു പോകണം. അല്ലെങ്കിൽ വഴിയിൽ ഞങ്ങൾ കഴിയും. അദ്ദേഹത്തിന് ഒരിക്കലും ഇനി ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല. ഈ സമരം ഒരു സൂചന മാത്രം. വരും ദിവസങ്ങൾ മുഴുവൻ ഞങ്ങൾ ഗണേശനെ റോഡിൽ തടഞ്ഞ് ഞങ്ങൾ പ്രതിഷേധിക്കും. അവർക്ക് പരാതി, അവര് 112 വിളിച്ചിരുന്നല്ലോ. ആ പോലീസ് എന്ത് ചെയ്തു? അവർ ഇന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ അവര് പരാതിയില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഇന്ന് എന്നെ പോലെ നിങ്ങളെ പോലെ ഉള്ളവർ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഈ ബിന്ദു പറഞ്ഞ വാചകങ്ങളെല്ലാം. ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് പോലും ഈ ഒരു മന്ത്രിസഭയിൽ ഈ സ്ത്രീക്കെതിരെ സൈബർ അറ്റാക്ക് ആണ്, ഈ സ്ത്രീയെ തീർക്കണമെന്നാണ് ചിലർ പറയുന്നത്. നാണവും മാനവും ഇല്ലാത്തവർ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാട്ടുകാരോട് കുറച്ച് കാര്യം പറയുവാണ്. ഇവനെ കെട്ടിയിട്ടിട്ട് തല്ലിയിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. വേണമെങ്കിൽ പാർട്ട് 2 നാളെ ഞാൻ റെഡിയാക്കാം. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യണേ വേണമെന്നുണ്ടെങ്കിൽ.